അപ്പോൾ പ്രോസസർ ഫാനും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി മദർ ബോർഡിൻ്റെ അതായത് ക്യാബിനറ്റിനുള്ളിലോട്ട് മദർ ബോർഡ് ഫിക്സ് ചെയ്യാം. അതിനു വേണ്ടി മദർ ബോർഡ് അകത്തോട്ട് വയ്ക്കുന്നു. അതിന് ശേഷം പൊസിഷൻ ഉണ്ട്, ഇവിടെ നോക്കുമ്പോൾ അറിയാം. ഈ പോർട്ടുകളെല്ലാം പുറത്ത് കാണത്തക്ക രീതിയിൽ ഒന്നും മറഞ്ഞിരിക്കരുത്, അങ്ങനെ വേണം ഫിക്സ് ചെയ്യാൻ. ഇവിടെ നോക്കുമ്പോഴും നമുക്ക് സ്ക്രൂ ചെയ്യാനുള്ള ഹോളും കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ ഇനി അതിലേക്ക് സ്ക്രൂ ചെയ്യാം. ഒരു കാരണവശാലും മെറ്റൽ കോണ്ടാക്റ്റ് ഈ മദർ ബോർഡിൽ ടച്ച് ആവരുത്. ടച്ചായി കഴിഞ്ഞാൽ ബോർഡ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകും, ചിലപ്പോൾ ഓൺ ആകാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ ബാക്ക് പാൻ അതായത് മദർ ബോർഡ് ഫിക്സ് ചെയ്യാൻ. ഇങ്ങനെ സ്ക്രൂ ചെയ്യുക, എല്ലായിടത്തും സ്ക്രൂ ചെയ്യണം. കാര്യം മൂവ്മെൻ്റ് ഉണ്ടായാൽ തന്നെ ഓൺ ആവാൻ ചാൻസ് കുറവായിരിക്കും. ഓക്കെ, അതുപോലെ സ്ക്രൂ ചെയ്യുക. അതിനുശേഷം ഫ്രണ്ട് പാനൽ കണക്ഷൻ ഉണ്ട്. ഫ്രണ്ട് പാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പവർ ഓൺ സ്വിച്ച് ഇല്ലേ, പവർ ഓൺ ഓഫ് അല്ല, ഓൺ സ്വിച്ച്, റീസ്റ്റാർട്ട്, പവർ LED, ഹാർഡ് ഡിസ്ക് LED ഇതുണ്ട്. ഇനി ഫ്രണ്ട് പാനൽ കണക്ഷൻ കൊടുക്കാം. ഇത് ഓഡിയോ, നമ്മുടെ സൗണ്ട് ഓഡിയോയ്ക്ക് വേണ്ടിയുള്ള കണക്ഷനാണ്. നമുക്ക് പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. ഇതിലൊരു പിന്ന് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെയും മദർ ബോർഡിൽ നോക്കുമ്പോഴും അങ്ങനത്തെ ഒരു പിന്ന് കാണും, അതായത് ഒരു പോർട്ട് കാണും. അതിലേക്ക് ഫിക്സ് ചെയ്യാം. ഇവിടെ ഇങ്ങറ്റത്തായിട്ട് വരുന്നുണ്ട്. ഈ പിന്നുണ്ടോ, അവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതിൽ ഒരു പിന്നില്ല. ഓക്കെ, അതിനുശേഷം USB, ഫ്രണ്ട് USB എന്ന് എഴുതിയിട്ടുണ്ട്. അതിലും അതുപോലെ ഒരു പിന്ന് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ എന്താണ്ട് ഇവിടെ ഇത് കണ്ടോ, അവിടെയും കണക്ട് ചെയ്യാം. ഇനി പവർ സ്വിച്ച്, റീസ്റ്റാർട്ട് സ്വിച്ച്, പവർ LED, ഹാർഡ് ഡിസ്ക് LED, HDD LED, റീസെറ്റ്, പവർ സ്വിച്ച്, പവർ SW. ആ കണക്ഷൻ വരുന്നത് ഇവിടെ ഫ്രണ്ട് പാനലിൽ നിന്ന് തന്നെ എഴുതിയിട്ടുണ്ടാവും. ഇവിടെയാണ് USB-യുടെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഉണ്ട്. അതിൽ ഒരു പിന്നില്ലാത്തതെന്ന് തുടങ്ങും, അതായത് ഒരു പിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം 1, 2, 3, 4 അങ്ങനെ 4 പിന്നിന് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ 4-ൽ ഫസ്റ്റ് 2 പിന്നിൽ വേണം പവർ സ്വിച്ച് കണക്ട് ചെയ്യാൻ. പവർ സ്വിച്ച് ഈ സ്വിച്ചിലാണ് കണക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് റീസ്റ്റാർട്ട് സ്വിച്ച് കണക്ട് ചെയ്യേണ്ടത്, അതായത് റീസെറ്റ് സ്വിച്ച്. റീസെറ്റ് SW എന്ന് എഴുതിയിട്ടുണ്ട് തൊട്ട് ബാക്കിലും. അതിനുശേഷം പവർ LEDയും തൊട്ട് അടുത്തായിട്ട്, പവർ സ്വിച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് കണക്ട് ചെയ്യാം. അതിന് തൊട്ട് ഓപ്പോസിറ്റ് ഹാർഡ് ഡിസ്ക് LED. ഓക്കെ, ഈ ഫാനിൽ ടച്ച് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേബിളുകളൊന്നും. ഇനി നമുക്ക് SMPSും കൂടി കണക്ട് ചെയ്തതിന് ശേഷം കേബിളൊന്ന് അറേഞ്ച് ചെയ്യേണ്ടി വരും. ഇനി 24 പിൻ പവർ കൊടുക്കേണ്ടതാണ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇവിടെ 24 പിന്ന് പോർട്ട് ഉണ്ടാവും മദർ ബോർഡിൽ. അതിൽ ഒരു ലോക്കും ഉണ്ട്, അതിനനുസരിച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി VRAM സെക്ഷനിലേക്കുള്ള 4 പിന്നും കണക്ട് ചെയ്യാം. ഇനി ഹാർഡ് ഡിസ്ക് കൂടി ഇൻസ്റ്റേർട്ട് ചെയ്യാം. ഹാർഡ് ഡിസ്ക് എടുത്തു,
ഹാർഡ് ഡിസ്കിന് ഇവിടെ ഈ സൈഡിൽ തന്നെ വയ്ക്കാനുള്ള പോർഷൻ ഉണ്ട്. അവിടെ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് HDD ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഇത് CD ഡ്രൈവാണ്. ഇപ്പോൾ CD ഡ്രൈവ് വരുന്നില്ല. അതിനുശേഷം ഹാർഡ് ഡിസ്കും സ്ക്രൂ ചെയ്യണം. ഇതാണ്ട് ഇവിടെ സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഹാർഡ് ഡിസ്ക് വെച്ചതിന് ശേഷം സ്ക്രൂ ചെയ്യുക. അതിനുശേഷം സാറ്റ കേബിൾ, ഇതാണ് സാറ്റ കേബിൾ. സാറ്റ ഡാറ്റയാണ്, ഡാറ്റ പോകുന്നത് ഇതുവഴിയും. പവറിന് ഈ കേബിളുമാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പവറും ഡാറ്റയും ഉണ്ട്. അപ്പോൾ പവർ കൊടുക്കാം. SMPCയിൽ നിന്നാണ് പവർ വരുന്നത്. ഒരു സൈഡ് മാത്രമേ കണക്റ്റ് ആകത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം ഡാറ്റ കേബിളും കണക്ട് ചെയ്യാം. ഡാറ്റ കേബിളിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് മദർ ബോർഡിൽ സാറ്റ പോർട്ട് ഉണ്ട്. ആ സാറ്റ പോർട്ടിൽ വേണം കണക്ട് ചെയ്യാൻ. ഇവിടെ സാറ്റ പോർട്ടുകളുണ്ട്. അവിടെ വേണം കണക്ട് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അസംബ്ലിങ് കഴിഞ്ഞു. ഇനി ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പവർ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം.